സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ അരീക്കാട് ഭാഗത്താണ്. മെക്സ്7 അവരൊരു പരിപാടി നടത്തുന്നുണ്ട്. ചെമ്പ്ര ടീമാട്ടോ. അപ്പോൾ അവരെ കൂടുതൽ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി രാവിലെ തന്നെ ചെമ്പ്ര പോയി വന്നാണ്. അപ്പോൾ നേരെ അവർ ചായ എടുക്കാൻ വേണ്ടി അരീക്കാട് ഭാഗത്തേക്ക് വന്നാണ്. രാവിലെ തന്നെ നല്ല അന്തരീക്ഷം കണ്ട, സൂര്യൻ ഉദിക്കുന്നു, മെക്സ്7 ടീം നടക്കുന്നു, ഞങ്ങൾ ചായ കുടിക്കാൻ പോകും. സുഹൃത്തുക്കളെ, ഞാൻ രാവിലെ 6 മണിക്ക് മെക്സ്7 ഒരു വീഡിയോ എടുക്കാനും വേണ്ടിയിട്ട് ചെമ്പ്രക്ക് പോകുമ്പോഴാട്ടോ, അഞ്ചുടി എന്ന് പറഞ്ഞൊരു ഭാഗത്ത് രാവിലെ തന്നെ സുബൈ ബാങ്ക് കഴിഞ്ഞ് സുബൈ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരു ചായപ്പീടി ഓപ്പൺ ആക്കും. അവിടുന്ന് ചായയൊക്കെ കുടിച്ച് നേരെ മെക്സ്7 വീഡിയോ എടുക്കാനും വേണ്ടി ഞാൻ ചെമ്പ്ര ഭാഗത്തേക്ക് പോയിട്ടാണ്. മെക്സ്7 ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നേക്ക് ഒരു വർഷം കഴിഞ്ഞു എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവരെ ചെറിയൊരു വീഡിയോസും കാര്യങ്ങളും എടുക്കാനും വേണ്ടി ഞാൻ പോയതാണ്. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് നേരെ നമ്മുടെ പാടത്തേക്ക് വന്നപ്പോൾ പാടത്ത് അതിരാവിലെ നടത്തക്കാരിറങ്ങിയിട്ടുണ്ട്. പ്രായമുള്ളവരും കുട്ടികളും ഫാമിലിയും മുതിർന്നവരും എങ്ങനെ പറയാം, അതായത് നാലാ ഭാഗത്തു നിന്നും ഒരുപാട് ആൾക്കാർ രാവിലെ തന്നെ പാടത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വരുന്നുണ്ട്. ഇതിന് മുന്നേ പാടത്ത് നല്ല മഞ്ഞ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡിസംബർ കഴിഞ്ഞതോടുകൂടി ഇപ്പോൾ മഞ്ഞിന് കുറച്ച് കുറവുണ്ട്, എന്നാലും നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മുടെ നാട് എന്നും നിലനിൽക്കണമെങ്കിൽ നമ്മുടെ നാട്ടിലെ ഓരോരുത്തരും വിചാരിക്കണം. ഇപ്പൊ തന്നെ പാടങ്ങൾ മണ്ണിട്ട് തൂർത്തി ഏകദേശം പാടങ്ങളൊക്കെ തൂർന്നു തുടങ്ങി. ഇന്ന് നമ്മൾ കാണുന്നത് പോലെ നാളെ നമ്മളെ മക്കളും നമ്മളെ മക്കളുടെ മക്കളൊക്കെ കാണണമെങ്കിൽ ഇതുപോലെ പാടങ്ങൾ മണ്ണിട്ട് തൂർക്കാതിരിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളെ മെക്സ്7 വീഡിയോ എടുക്കാൻ പോയി വന്നു. അവർ ഇവിടെ ഒരു ചെറിയൊരു ചായപ്പീടി ഉണ്ട്. അത് രാവിലെ ആ ചായപ്പീടി തുറന്നിരിക്കൂട്ടാ, ഈ നടത്തക്കാർക്ക് വേണ്ടി തുറന്നിരിക്കണമെന്ന്. അപ്പോൾ നമ്മൾ മെക്സ്7 ടീം പറഞ്ഞു നമുക്ക് ഇമ്മുതാത്താൻ്റെ ചായപ്പീടിയെ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇങ്ങോട്ടേക്ക് നടന്നു വന്നതാണ്. അതായത് എൻ്റെ പ്രദേശമാണ് ഈ അരീക്കാട്. അപ്പോൾ എൻ്റെ പ്രദേശത്ത് ഇനി ആകെ ബാക്കി നിൽക്കുന്ന ഒരു പാടമാണ് ഈ അരീക്കാട് പാടം. ഏകദേശം ചതുപ്പാണ്, പക്ഷെ എന്നാലും എൻ്റെ ഒരു അഭ്യർത്ഥന ഉണ്ട്, ആരും മണ്ണിട്ട് തൂർക്കാതിരിക്കുക. പാടം നമുക്ക് നാളത്തെ തലമുറക്കും വേണം. നമ്മുടെ നാടിനെ അതിമനോഹരമായി മറ്റുള്ളവരിലേക്ക് കാണാൻ എത്തിക്കുന്ന നമ്മുടെ നാട്ടിൽ ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട്, ഒരുപാട് വ്ളോഗർമാരുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഒരുപാട് തീർത്താ തീരാത്ത കടപ്പാടും നന്ദിയും ഉണ്ട്.